അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എപ്പോഴും ചോദിക്കുന്നത് തന്നെ. പിന്നെ അപ്പം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. യെസ്, ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു ഡിലീഷ്യസ് ഐറ്റാണ്. ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ഡിലീഷ്യസ് ആവുമോ അതോ വേസ്റ്റ് ആവുമോ എന്ന് അറിയില്ല. ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, ഏതാ കേക്ക് മിസ്ബ? ട്രസ്ലീച്ചസ് കേക്ക്. യെസ്, ട്രസ്ലീച്ചസ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് എനിക്ക് പറയാനുള്ളത്, ആ കുട്ടി പറഞ്ഞ മാതിരി ചിലവത് ശരിയാവും, ചിലവത് ശരിയാവില്ല. ഞങ്ങൾക്ക് എന്താവുമെന്ന് അറിയില്ല. എങ്ങനെയായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ചിലത് റെഡി ആവുന്നതാണ്. യെസ്, ഇത് ഞാൻ എൻ്റെ സ്റ്റൈലിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പം നമുക്ക് വേഗം കുക്ക് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ കേക്കിന് ആവശ്യമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ ഇത് ഷുഗർ പൊടിച്ചതാട്ടോ. ഇത് ടോപ്പിങ്ങിനാണ് വിപ്പിംഗ് ക്രീം. ഇത് ഫ്രഷ് ക്രീം, മിൽക്ക്, കണ്ടൻസ്ഡ് മിൽക്ക്, വൈറ്റ് ചോക്ലേറ്റ്. വൈറ്റ് ചോക്ലേറ്റ് ഇതിന് വേണം നിർബന്ധമില്ല, പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും കുറച്ച് തിക്ക് ആൻഡ് ക്രീമി ആയിട്ടുള്ളതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ പൊടിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ചൊക്കെ ഫ്ലഫി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മാറ്റി വെച്ച പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഭാഗത്തേക്ക് മാത്രം ഇളക്കുക. നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യരുത്.
പിന്നെ നല്ലോണം ഇളക്കിയിട്ട് ഇതിൻ്റെ ആ ഒരു ഫ്ലഫിനെസ് കളയരുത് കേട്ടോ. ഓവറായിട്ട് ഇളക്കിയാൽ ചിലപ്പോൾ അത് പൊങ്ങൂല. ഇത് പൊങ്ങുമില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. ഇതാ പിന്നെ ഇതിങ്ങനെ കാണുമ്പോൾ നമ്മളെ ഇത് പൗഡർ കൂടിയതാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇത് എഗ്ഗിൻ്റെ ഫ്ലഫിനെസ് കാരണമാണ് ഇങ്ങനെ ആവണത്. സംഭവം നോക്ക്, എഗ്ഗാണിത്, അല്ലാതെ ബാറ്റർ തിക്കായതല്ല കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കാണിക്കാൻ മറന്നൊരു സംഭവമാണ് വാനില എസൻസ്. ഇത് ഞാൻ ഒരു ക്യാപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യട്ടോ. കളറ് മാറിയത് കണ്ടോ? ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ദോശ ഉണ്ടാക്കാൻ പോകുന്നു, പക്ഷെ ദോശ ഉണ്ടാക്കാനല്ല. അപ്പൊ ഇതിന്റെ ബേസ് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിൽ ദോശച്ചട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ ശരിക്കും ബട്ടറാണ് തേക്കേണ്ടത്. ബട്ടർ ഇപ്പോൾ കയ്യിൽ ഇല്ലാത്തത് കാരണം ഞാൻ ഓയിലാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. എല്ലായിടത്തൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കത് മൂടി വെക്കട്ടോ. അപ്പോൾ കേക്ക് അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ടോപ്പിങ്ങിന് ആവശ്യമുള്ള വിപ്പിംഗ് റെഡിയാക്കാം, വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അതിന് ഞാൻ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം ആദ്യം. കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ബാക്കി പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടെ. ഭയങ്കര അതിൻ്റെ കൈ അടയുണ്ട്. ഞങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം അല്ലട്ടത്. അതാണ് തോന്നുന്നത് ഇത്ര ടൈം എടുത്തിട്ടും ആ പീക്ക് ഫോം കിട്ടണില്ല. എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ റിച്ച് ഗോൾഡാണ് യൂസ് ചെയ്യാറ്. അത് പ്രാവശ്യം കിട്ടിയില്ല. ഏകദേശം തീരുമാനമായി. ഇത് നമുക്ക് ഇപ്പോൾ തൽക്കാലം കുറച്ച് നേരം ഫ്രീസ് ചെയ്യാം. അപ്പൊ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിക്കണേ. സൈഡൊക്കെ ഒന്ന് നോക്കണ്ട കേട്ടോ. അതൊക്കെ ആ ഒഴിച്ചപ്പോഴുള്ള നോക്കണ്ട. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ്, ഇതൊക്കെ റെഡി ആയിക്കുന്ന ഫ്ലെയിം ഓഫ് ആക്കാതെ നോക്കിയിട്ട് ഇനി നമുക്ക് ഈ കേക്ക് കോൺസെൻട്രേഷൻ ഭാഗ്യത്തിന് കേക്ക് അടി കരിയാതെ കിട്ടിയിട്ടുണ്ട്. നമുക്കത് മരക്കിടാന്നൊക്കെ കൈ പൊള്ളണ.
ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒഴിക്കാനുള്ള ആ സാമഗ്രികൾ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ സാധനത്തിൻ്റെ പേരെന്തായിരുന്നു? വൈറ്റ് ചോക്ലേറ്റ് ഇതിൻ്റെ അല്ല, വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അത് സാധാ വെള്ളമാണ്, കാണിക്കാനൊന്നുമില്ല. ഞാൻ ഈ ബോൾ തന്നെ ഇട്ടെടുത്തിരിക്കുന്നത്. നമുക്കിങ്ങനെ ഇതിലോട്ട് ഇറക്കി കൊടുക്കാം. ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇട്ടെടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഐറ്റം കണ്ടൻസ്ഡ് മിൽക്ക്. യെസ്, അതെന്താ സംഭവം കേട്ടത്? ഓക്കെ, പിന്നെ മിൽക്ക് മെയ്ഡൊന്നും നമ്മൾ പാഴാക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അമ്മച്ചി. നമുക്കിത് നല്ലോണം മെൽറ്റ് ചെയ്തെടുക്കാം. ആര് ചോക്ലേറ്റും തന്നെ മതി, റിച്ച് ഫീലായി. ഇതൊക്കെ കഴിഞ്ഞ് കഴിച്ച് മത്തായി കെടുക്കുമെന്നായിരിക്കും. എന്നാലും കേക്ക് കുഴപ്പമില്ലാതെ കിട്ടി. പക്ഷെ വിപ്പിങ് നമ്മൾ വെറുതെ ഡെക്കറേഷന് കൊടുക്കണം. ഇതിൽ മെയിൻ ആയിട്ടുള്ള സാധനം ഈ 3 മിൽക്കാണ്. ഈ ട്രഷ്ലേഷ്യസ് കേക്ക് എന്ന് പറയുന്നത് തന്നെ 3 items ഓഫ് ഡയറീസ്. യെസ്, മിൽക്ക് കേക്കാണ്. അല്ല അല്ല അല്ല, ഞാൻ ആദ്യം യൂട്യൂബിൽ കണ്ടതാണ്. നമ്മൾ ഒരു സാധനം ഉണ്ടാക്കാൻ പോകുമ്പോൾ അതിൻ്റെ ചരിത്രമൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണത് നല്ലതാണല്ലോ. അതെന്ന് വെച്ചിട്ട് എല്ലാത്തിൻ്റെയും അറിയണമെന്നില്ല. അങ്ങനത്തെ അതൊന്നും അറിയില്ല. ഇങ്ങനത്തെ വെറൈറ്റി നെയിംസ് ഒക്കെ ഉള്ളത് അതിൻ്റെ ഇന്നുണ്ടാക്കാൻ പോണ കണ്ടെടുത്ത ക്ലാസ്സിലാണ്. എന്താ കഥ ഉദ്ദേശിച്ചത്? ഇന്ന് എങ്ങനെയായാലും ഉണ്ടാക്കുമ്പോ വേറൊരു മോഡൽ. ഓ, തോണ്ടി തിന്നാൻ തോന്നുന്നു. വേണ്ട, എടുത്താല് കൈ കൊള്ളും. ക്ഷമയോടെ കാത്തു നിൽക്കാം. ഓക്കെ, അപ്പം ഇത് നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്, കണ്ടില്ല? ക്രീമി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കിയിട്ട് ഇതിവിടെ വെക്കാം. അമ്മച്ചി ഇത് വീഴാതെ പൊട്ടാതെ ഇവിടെ എവിടെയെങ്കിലും കയറി എടുക്കും. ഓക്കെ, തിളക്ക് മറിയുന്നത് കണ്ടില്ല. വേണം കൊടുത്ത് തലയും കൂടി വെച്ചേര്. ഇനി ഇതിലോട്ട് നമുക്ക് മിൽക്ക് ഒഴിച്ച് കിടക്കാം. മിൽക്കു ഓ, ആ ലുക്ക് തന്നെ കണ്ടില്ലേ? കയ്യപ്പോ വെച്ച് പൊള്ളിന്ന്. എന്താ ലുക്ക് അല്ലേ? ഇന്നെ പോലെ ബാസിലാത്തന്റെ പോലത്തെ ലുക്ക് ഇതാ. ഇനി നമുക്ക് അവള് വലിയ കാര്യത്തിൽ എന്താ സംഭവം കേക്കിന്റെ മുകൾ ഭാഗത്ത് കാണിച്ചു കൊടുക്കാന്നുള്ളതില് ഞാനൊന്നും വിചാരിച്ചിട്ടില്ല. ഈ എന്താ കാണിക്കാൻ പോണെന്ന് നോക്കിയതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ 3rd മിൽക്കായ ഫ്രഷ് ക്രീം. മൂന്ന് ഡയറി ഐറ്റംസും കൂടി മിക്സ് ചെയ്യാം.
മറ്റേ ബട്ടർ മിൽക്ക് ഉണ്ടാക്കുന്നത്. ആ ഇതിപ്പോ കണ്ടില്ലേ, ഇതിങ്ങനെ അലക്കി അലക്കിക്കാണ്ടിരിക്കണം. ഇതിപ്പോ ഞങ്ങള് ഫ്രഷ് കേക്ക് ഉണ്ടാക്കുന്ന ബാസിലാത്ത നേരത്തെ വേറൊരു സാധനം ഉണ്ടാക്കിന്ന് കാണിച്ചുതരാം. എന്റെ ചാനലിലുണ്ടാവും കേട്ടോ. ബാസിലാസ്ലം എന്ന് പറഞ്ഞ ചാനലിലുണ്ട്. അതിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. എനിക്കൊരു കുക്കിംഗ് ചാനൽ ഉണ്ട്. ഞാൻ വല്ലാതെ മൈൻഡ് ചെയ്യലൊന്നുമില്ല. എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ഓരോ വീഡിയോസ് ഇടും. ബാസിലാസ്ലം എന്ന് പറഞ്ഞ ചാനലാണ്. ലിങ്ക് അടി കൊടുക്കാം. അപ്പൊ ഇതിന്റെ കണ്ടില്ലേ, നടുവെന്നൊക്കെ ഓരോരുത്തർ വന്നിട്ട് എടുക്കണ്ടേതാ. ഇതെങ്ങനെ തിന്നാന്നുള്ളത്, അതെങ്ങനെ തിന്നാന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആനവായിൽ അമ്പഴങ്ങ പറയുന്നത് 3 മിൽക്കും കൂടി ഞാൻ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഗ്ലാസ് പ്ലേറ്റ് കുറേ തെരഞ്ഞ് ഇവിടെയുള്ള വലിയതാണ്, ഒരു വലിയ ബിരിയാണി പാത്രം പോലത്തെ. അതുകൊണ്ട് ഞങ്ങൾ ഇതെടുത്ത് ഇതിലേക്ക് നമ്മുടെ കേക്ക് ഇറക്കി വെക്കാം. നോ, നമുക്കിത് ഫോക്ക് ഇട്ടിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഈ മിൽക്ക് ഇറങ്ങി. ഞാൻ കുത്തിത്തരാം. ഓക്കെ, കുത്തിക്കോ. ഞാൻ പിടിക്കാം. എന്നിട്ട് കുത്ത ഹോൾസ് ഇട്ട് കൊടുക്കുക. ആരാ നമുക്ക് ഇനി ഈ മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. ഇനി നമുക്കിതൊന്ന് കുറച്ച് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഈ ഇറങ്ങിപ്പോയതൊക്കെ ഒന്ന് സെറ്റ് ആയിക്കോളൂ കേട്ടോ. കേക്ക് ഇതായിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. സെറ്റ് ആയിരിക്കും. വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗ് കിട്ടില്ല. പൈപ്പിംഗ് ബാഗ് കീറിപ്പോയിക്കണം എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഞാൻ ഒരു സാധാ ബാഗിൽ ഒരു പ്ലാസ്റ്റിക് കവർ. ഇതാണ് ഇതിൽ ഏറ്റവും ഫ്ലോപ്പ് ആവാൻ പോണ സംഭവം. ഇങ്ങനെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒന്നുകൂടി എടുക്കും. ഡ്രസ് ലീച്ചേഴ്സ് ഇപ്പം എങ്ങനെ ആയി? ഡ്രസ് ലീച്ചേഴ്സ് അങ്ങനെ തന്നെ ആവണമെന്നൊന്നുമില്ല. ഇത് നമ്മളൊരു ടോപ്പിങ്ങിന് കൊടുക്കല്ലേ. പിന്നെ മാമനോടൊന്നും തോന്നരുത്, പൈപ്പിംഗ് ബാഗ് ഇല്ലാത്തത് കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളെ വിപ്പിംഗ് ക്രീം നല്ല ടൈറ്റ് ആയതുകൊണ്ട്, നല്ല തിക്കായതുകൊണ്ട്, നല്ലപോലെ കിട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ ഭംഗിയുള്ള ഡ്രസ് ലീച്ചേഴ്സ് ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ മെയിനായിട്ടുള്ള സംഭവമാണ് നടക്കാൻ പോകുന്നത്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ഉണ്ടോ? വിപ്പിംഗ് ക്രീമിൻ്റെ ടേസ്റ്റ് എടുത്ത് കാണിക്കണ്ടാവില്ലേ? ലുക്കിലല്ല മക്കളെ, വർക്കിലാണ് കാര്യം. നല്ല രസമുണ്ട് കേട്ടോ. സത്യം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അവളുണ്ടാക്കിയോണ്ട് ചിലപ്പോൾ പൊക്കിയ പറഞ്ഞോടായില്ല. നീ തിന്നിട്ട് പറ. നല്ല ആ ചോക്ലേറ്റിൻ്റെ വൈറ്റ് ചോക്ലേറ്റ് കണ്ടൻസ് മിൽക്ക്, ഞാൻ 3 മിൽക്കുകളും കൂടി ആ ഡയറീസിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഈ പറഞ്ഞല്ലേ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒക്കെ അതിൻ്റെ ടേസ്റ്റ് എടുത്ത് കാണിക്കുന്നത് നല്ല ടേസ്റ്റിയാണ്. അതാണ് മെയിൻ വിപ്പിങ്ങിലല്ല കാര്യം. നമുക്കിത് പിന്നെ ഇതാകെ 2 സ്പൂണോ 3 സ്പൂണോ കഴിച്ചിട്ടുള്ളൂ. അപ്പൊ തന്നെ തലക്കൊരു ഇത് വരുന്നുണ്ട്. നല്ല മധുരം. ഭയങ്കര കണ്ടൻസ് മിൽക്കും വൈറ്റ് ചോക്ലേറ്റും കേക്കിൻ്റെ മധുരവും എല്ലാതും കൂടി ഭയങ്കര സ്വീറ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി കേക്കാണ്. പുറത്തുനിന്ന് വാങ്ങണ വഴുത്തന്നൊക്കെയാണ്. പക്ഷെ ഇത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചില്ലല്ല, ഈ ഇത് ലൂസായപ്പോൾ വല്ലാതെ ശരിയാവുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഞങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് വെറുതെ പറയല്ല, ശരിക്കും അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി വെക്കുക. സോറി,
സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണെ കൂടി അമർത്തുക. അപ്പൊ ഞങ്ങളെ കേക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാനൊരു ലുക്കില്ല എന്നേ ഉള്ളൂ, പക്ഷെ സാധനം അടിപൊളിയാണ്. ഞങ്ങളത് റെഡി ആയിക്കണ്. ലുക്കിലല്ല വർക്കിലാണ് കാര്യം, ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരി ഗൈസ്, ഇനി നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. ദിസ് ഇസ് മീ ബാസ്ലാസ്ല. This is me, Miss Banasli, signing out from the Weird Sisters. Bye. Bye.